നമസ്കാരം, ഞാൻ മൃണാൾ. അമേരിക്കയിൽ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയിലാണ്. രാത്രി ഭക്ഷണം കഴിക്കണ്ടേ? എന്താ കുട്ടി, ഈ കുട്ടിക്കൊരു ഹൊറർ ലുക്ക് ഉണ്ടോ? ഈ കുട്ടിയല്ല, ആ കുട്ടി. ആരുമില്ല. ഒരാൾ പണിക്കാരനുണ്ട്, രക്ഷപ്പെട്ടു. 3 ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു ചോദിച്ചാൽ കുട്ടിയുടെ ചോദിച്ചത് ബെസ്റ്റ് ഉണ്ട്. ഡെക്കറേറ്റർ നല്ലതാണ്. ഓക്കെ, പേ ചെയ്തു. ഇതിൻ്റെ ഗ്ലാസ്സാണ്. എനിക്ക് ഏത് ഡ്രിങ്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കാം. ഇതൊക്കെ ആരാ? എൻ്റെ അമ്മ, ഇത് ഈശ്വര, ഇതിന് ഞാൻ ഇത് കുടുങ്ങിപ്പോയല്ലോടോ. സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് ചോദിച്ചാൽ പോലും ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം 2 സാധനമല്ലേ ഉള്ളൂ. ഇത് 100 സാധനം ഉണ്ടോ? ഓക്കെ, no calories. That's a Dr. Pepper diet. Dr. Pepper diet, Dr. Pepper cherry, Dr. Pepper vanilla, Dr. Pepper vanilla, cherry vanilla, strawberry വേണ്ട, എനിക്ക് വേണ്ട. വാനില സ്ട്രോബെറി ഒന്നും വേണ്ട. ഓക്കെ, നോ കാലറി. റൂട്ട് ബിയർ, ഓക്കെ, റൂട്ട് ബിയർ 0 കാലറി. വാനില എനിക്ക് വേണ്ട. Minute Maid, 0 sugar. Lemonade, okay. Minute Maid, lemonade, pink lemonade, strawberry lemonade, peach lemonade, orange lemonade, lemon lime lemonade, orange lemonade, peach lemonade, lemon lime lemonade. ഇത് നീ എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓപ്ഷൻസ് അല്ലേ? ലെമണേഡ്, ഇനി എന്തിനാ ഇത്രയും ഓപ്ഷൻ? ഓക്കെ, ടെസ്റ്റ് പോ. ഓക്കെ, അങ്ങനെ ഞാനിത് ടച്ച് ചെയ്തുകൊണ്ടിരുന്ന അത്രയും പോർ ചെയ്തുകൊണ്ടിരിക്കും. ഈശ്വര, മതി. ഇതൊരു 4 ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം മേടിച്ചിട്ട് കൊണ്ടുപോയാൽ ഇനി ഞാൻ മോലാക്കും. ഇവിടെ അങ്ങനെയാണ്, ഡ്രിങ്ക് മേടിച്ച് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ കഴിക്കാം. സ്മോൾ ഡ്രിങ്ക് ഉണ്ട്, ലാർജ് ഡ്രിങ്ക് ഉണ്ട്, എല്ലാത്തിനും എത്ര വേണമെങ്കിൽ റീഫിൽ ചെയ്യാം. ഇവിടുന്ന് ഏത് സോസ് വേണമെങ്കിൽ എടുക്കാം. പെപ്പർ, സോൾട്ട്, 0 കാലറി സ്വീറ്റ്നർ. ഇനി ആദ്യം സ്വീറ്റോ, വേറൊരു 0 കാലറി സ്വീറ്റ്നർ. സോസിൻ്റെ കഷ്ണം കിട്ടി. ഇതിവിടെ പിടിച്ചിട്ട് അവിടെ ഞെക്കണം. കെച്ചപ്പ് മാത്രം മതി. ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. വെൻഡീസ് ട്വിറ്ററിലൊക്കെ ഭയങ്കര സംഭവം സാധനമാണ്, പക്ഷേ റിയൽ ലൈഫിൽ ഇവിടെ നോബഡീസ് ചെയ്യാം. വൈകുന്നേരം 8 മണിയാണ്, സൺഡേ ഈവനിങ്. 2 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് എത്രയോ നേരമായി. 2 പണിയും എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പണിയിൽ ഫോക്കസ് ചെയ്യാം. ഇത് വെൻഡീസിൻ്റെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഫ്രൈസാണ്. ഇവർ ട്വിറ്ററിൽ ചെയ്യുന്ന വർക്ക് കണ്ട് ഞാൻ കിടിലോ. ബാർബിക്യൂ സോസിനെക്കാളും നല്ലതും ഫ്രൈസിന് കെച്ചപ്പാണ്. ആക്ച്വലി ബാർബിക്യൂ സോസിനെക്കാളും കെച്ചപ്പിനെക്കാളും നല്ലൊരു സാധനമുണ്ട് ഫ്രൈസിന്. എന്താണെന്നറിയോ? വിശപ്പ്. എൻ്റെ റെസ്റ്റോറൻറ്റ് പണിയും കഴിഞ്ഞ് എൻ്റെ ഇപ്പോഴത്തെ കമ്മിറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അമേരിക്കയിൽ വരും. എൻ്റെ വിചാരം എനിക്ക് അമേരിക്കനെ അറിയാമെന്നായിരുന്നു. അമേരിക്കനെ അറിയാൻ എബ്രഹാം ലിങ്കന് പോലും പറ്റിയിട്ടുണ്ടാവില്ല മുഴുവനായിട്ടും. കോവിഡിന് മുമ്പ് വരെ ഞാൻ എത്ര തവണ അമേരിക്കയിൽ വന്നാലും എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റിയിട്ടില്ല. കോവിഡ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ വരുന്നത്. ഇപ്രാവശ്യം എൻ്റെ ജഡ്ജ്മെൻറ്റ് എല്ലാം തെറ്റി. ആകെ ഒരു കാര്യത്തിൽ എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റാത്തുള്ളൂ. അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ്. They always love me, of course. Next time I'm going to get a proper BA. I'm going to drive across America and Canada. അയ്യോ, ബർഗർ. ആക്ച്വലി ഞാൻ ചോദിക്കുക, ഈ കുട്ടി ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുന്നതാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ഫീലാണ്. പക്ഷെ ഒരു ഹൊറർ, മറ്റേ ആ സിനിമയില്ലേ, ഏതാണ് സിനിമ? ആ സിനിമയുടെ പേര് ഞാൻ മറന്നു. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ I think this is the fast food burger. ബേക്കൺ ക്രിസ്പി ബേക്കണം. ക്രിം ആവുക കഴിയുമ്പോൾ. അതിൻ്റെ ഇടയിൽ ചീസുണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, മയണൈസ്, വെജിറ്റബിൾസും പിക്കിളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വെഡീസാണ് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബർഗർ സ്റ്റോപ്പ്. ആരും ഇല്ല ഇവിടെ.
പ്രോപ്പർ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ദിസ് എ ഫാസ്റ്റ് ഫുഡ് ചെയിൻ. ഐ നോട്ട് ക്ലെയിമിങ് ദാറ്റ് ഇത് ഭയങ്കര ഓതൻറ്റിക് ആണെന്ന് ഞാൻ പറയല്ല. ഓതൻറ്റിക് ആയിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സംഭവം അറിയാലോ. ഇതാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം കഴിച്ച ഏറ്റവും നല്ല ബർഗർ ഇതാണ്. ഡ്രിങ്ക് മനുഷ്യനെ കൊല്ലാനായിട്ട് എത്ര ഓപ്ഷനുള്ളൂ. ഇതിനെന്താ ഇത്രയും തണുപ്പ്? ഇതെന്താ അന്റാർട്ടിക്കയിലെ ഡ്രിങ്കോ? സോറി, ഇത് അന്റാർട്ടിക്കയിലെ ഡ്രിങ്ക് അല്ല, ഇത് ആർട്ടിക്കയിലെ ഡ്രിങ്കാ. ഡ്രിങ്ക് പറയും, ഇത് ആർട്ടിക്കയിലെ ഡ്രിങ്ക് അല്ല, ഇത് ഔട്ടർ സ്പേസിലെ ഡ്രിങ്കാണ്. ഒരു ഫ്രൈസ് ആണോ? ഇതിന് തിക്ക് പാറ്റീസ് ആണ്, ജ്യൂസി ഫ്ലേവർഫുൾ. അതിൻ്റെ ഇടയിൽ ക്രിസ്പി ബേക്കൺ. എനിക്ക് 6-8 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുണ്ട്. നമുക്ക് ഡ്രിങ്ക് റീഫിൽ ചെയ്യാം. നേരത്തെ ലെമനേഡ്, അത് പീച്ച് ലെമനേഡ് അല്ലേ? വേണ്ട, ഐസ് ടീ ആക്കാം. പോവാം. സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. സ്മോൾ മേടിക്കുമ്പോൾ കാശ് കുറവാണ്, മീഡിയം മേടിക്കുമ്പോൾ കുറച്ച് കൂടും, ഇത് ലാർജാണ്, കുറേ കൂടും. ഇത് എത്ര വേണമെങ്കിൽ റീഫിൽ ചെയ്യാം, കാരണം ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനില്ല. എന്ത് ഡ്രിങ്ക് വേണമെങ്കിൽ ഒന്നാമത് ഒരു ഡ്രിങ്ക് കഴിക്കാം. 100 കൂടുതൽ ചോയ്സ് ഉണ്ട് അവിടെ. നിങ്ങൾ കണ്ടാണല്ലോ, രാവിലെ ഒരു വൈകുന്നേരം വരെ ഇരുന്നിട്ട് 100 ഡ്രിങ്ക് കഴിച്ചിട്ട് അവിടെ തന്നെ മൂത്രം ഒഴിക്കുക. പക്ഷേ ഈ സ്മോൾ മീഡിയം ലാർജ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നറിയാം. എന്നെപ്പറ്റി ഒരു കാറിൽ കയറി എവിടെയെങ്കിലും പോകണമെങ്കിൽ ലാർജിലേ കൂടുതൽ കൊള്ളുള്ളൂ. സ്മോൾ മേടിച്ചാൽ ചെറിയ കപ്പേ അവർ തരുള്ളൂ, മീഡിയം കുറച്ചുകൂടെ വലുത്, ലാർജ് ആകുമ്പോൾ ഇത് വലുത്. അമേരിക്ക ഭയങ്കര രാജ്യം തന്നെ. മാർക്കറ്റിംഗ് ഇവരെ കണ്ട് പഠിക്കണം. എൻ്റെ ഫേവറേറ്റ് പരിപാടിയായിരുന്നു രാത്രി വൈകുന്നേരം ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുക. അപ്പം അമേരിക്കയിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം, മടുക്കേയില്ല. ഭയങ്കര രസമാണ്. പിന്നെ ഇന്ന് കൂട്ടിന് ഈ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് സെറ്റപ്പാ, വൻ സെറ്റാ, ഒന്നും നോക്കാനില്ല.